that the best intelligence officers are those boring and dull people who go on doing this same type of work day in and day out. We are not spies, we are spy masters. So choosing people for your team is the most important work. It's just like in the army. ഉദ്വേഗജനകമായ ചാര സിനിമകൾ, അതായത് സ്പൈ ആക്ഷൻ ത്രില്ലേഴ്സ് എല്ലാ കാലത്തും ജനങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ധുരന്തർ എന്ന സിനിമ ഇതുപോലെ വലിയ ചർച്ചയാവുകയും ബോക്സ് ഓഫീസിൽ കോടികൾ വാരുകയും ചെയ്തു. ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നാം, ഈ ചാര സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. എന്താണ് ഇന്ത്യൻ ചാര സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ചെയ്യുന്നതും അതിൻ്റെ മറ്റ് രാഷ്ട്രങ്ങളിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കും. ധുരന്തർ പോലെയാണോ ഈ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമ്മൾ സംശയിക്കും. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളും എന്താണ് സ്പൈ, ആരാണ് സ്പൈ മാസ്റ്റേഴ്സ് എന്നതിനെക്കുറിച്ചും വിശദമായി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് വാപ്പാല ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി നിരവധി വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച ആളാണ്. ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അതുമാത്രമല്ല, മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രധാന കമ്മിറ്റിയിലെ 2 അംഗങ്ങളിൽ ഒന്ന് ശ്രീ വാപ്പാല ബാലേന്ദ്രൻ സാറായിരുന്നു. വാപ്പാല എന്ന് കേൾക്കുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആ പേരിനെക്കുറിച്ച് അറിയാം. അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വാപ്പാല പങ്കുണ്ണി മേനോൻ, ശ്രീ വി പി മേനോൻ്റെ ഒരു ബന്ധു കൂടിയാണ് ശ്രീ വാപ്പാല ബാലേന്ദ്രൻ സാർ. സ്പൈ മാസ്റ്റേഴ്സ്, ഭാരതത്തിൻ്റെ ചാരപ്രവർത്തനവും അതിൻ്റെ ചരിത്രവും, അതാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ശ്രീ വി പി ബാലേന്ദ്രൻ സാർ, 36 വർഷത്തെ സർവീസ്, അതിൻ്റെ വിവിധങ്ങളായ ചുമതലകൾ. മുംബൈയിലായിരുന്നു, അതിനുശേഷം സ്പെഷ്യൽ ചുമതലകൾ വേറെയും ഉണ്ടായിരുന്നു. ഈ ഒരു അത്രയും പഴയ കാലത്ത് ഈ ഒരു സർവീസിലേക്ക് വരാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതൊരു ചോദ്യമാണ്, പ്രത്യേകിച്ചും 1950-കളിൽ. അപ്പോൾ അതെങ്ങനെയാണത് സാധ്യമായത്? അത് അന്നത്തെ കാലത്ത് എനിക്ക് എന്ത് പ്രൊഫഷനാണ് ഫോളോ ചെയ്യേണ്ടത് അതൊന്നും അറിഞ്ഞിരുന്നില്ല. അന്ന് പഠിച്ചു, സ്കൂൾ എഡ്യൂക്കേഷൻ ഒറ്റപ്പാലത്തായിരുന്നു, പിന്നെ ഇൻ്റർമീഡിയറ്റിന് പാലക്കാട്ട് പോയി, പിന്നെ ഹയർ എഡ്യൂക്കേഷനും മദ്രാസിൽ പോയി, ചെന്നൈ ലോയല കോളേജിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ സർവീസിൻ്റെ, അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ലോയല കോളേജിലത്തെ ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഒരു ബാച്ച് വിട്ടിട്ട്, അതായത് എൻ്റെ 57 ബാച്ചായിരുന്നു, ഞങ്ങൾ 54-ലാണ് ജോയിൻ ചെയ്തത്. 3 years. ഇതന്ന് കേംബ്രിഡ്ജിൻ്റെ യൂണിവേഴ്സിറ്റിമാരി 3 കൊല്ലം BA ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു MA. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അറിഞ്ഞു, ഞങ്ങളുടെ 2 കൊല്ലം മുമ്പിലത്തെ, അതായത് 54-ലാണ് ഞാൻ ജോയിൻ ചെയ്തത്, 52-ലെ ബാച്ചിലത്തെ ഏകദേശം 15 ആൾ IAS-ലും IPS-ലും പിന്നെ ഫോറിൻ സർവീസിലും ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു മോഹമുണ്ടായി, എനിക്കൊന്ന് ചെയ്തുകൂടെ. അപ്പോൾ 57-ൽ എൻ്റെ BA ഓണേഴ്സ് കഴിഞ്ഞു. അന്ന് മദ്രാസ് തന്നെയായിരുന്നു ഞാൻ എൻ്റെ അമ്മാവൻ്റെ കൂടെ താമസിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു, വൈ നോട്ട് ഡു ഇറ്റ് ഇൻ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതി. പിന്നെ എനിക്ക് തോന്നുന്ന 58-ൽ ബിഗിനിങ്ങിൽ ജാനുവരിയിൽ ഫെബ്രുവരിയിൽ ഒന്ന് ഇൻ്റർവ്യൂവിന് പോയി. പക്ഷെ അത് സാധിച്ചില്ല. അന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ബാംഗ്ലൂർ അന്ന് ഇൻ്റർവ്യൂ. അപ്പോൾ എൻ്റെ അങ്കിളിനെ VP മേനെ കണ്ടു. അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഐ കെയിം ബാക്ക് ടു ഒറ്റപ്പാലം തന്നെ ഇരുന്ന് പഠിച്ചു, വളരെ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ട്. എന്നിട്ട്
പരീക്ഷയ്ക്ക് വേണ്ടി പിന്നെയും മദ്രാസിൽ പോയി. അപ്പോൾ ഭാഗ്യത്തിന് അന്ന് IAS ആയിരുന്നു, IAS എക്സെട്ര എക്സാമിനേഷൻ. അതിന് ഇൻ്റർവ്യൂവിന് ഡൽഹിയിൽ പോയി. എന്നിട്ട് ഡൽഹിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷേ എനിക്ക് IAS കിട്ടിയില്ല. പിന്നെ ഈ സെക്കൻഡ് ലിസ്റ്റ് വന്നപ്പോൾ IPS അന്ന് ഞാൻ ബോംബെയിൽ വന്നു. കാരണം ബോംബെയിൽ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്നതിന് പകരം വല്ലതും ചെയ്തുകൂടാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഒരു മലബാർ സ്റ്റീംഷിപ്പ് കമ്പനി ബോംബെയിൽ, ഇവിടെ ദാദാഭായ് നവറോജി റോഡ് അവിടെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ വന്ന് എന്തെങ്കിലും ചെയ്തൂടെ? അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തു, മലബാർ സ്റ്റീംഷിപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ അത് റിസൾട്ട്സ് വന്നു. അന്നത്തെ കാലത്ത് IPS റിസൾട്ട് വന്നാലും ഒരു 6 മാസം പിടിക്കും. മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, എല്ലാം കൂടിയിട്ട്. അന്ന് അപ്പോൾ 58 ജോയിൻ പരീക്ഷയിൽ അപ്പിയർ ചെയ്തു. 59 ഏപ്രിലാണ് റിസൾട്ട് വന്നത്, IPS ജോയിൻ ചെയ്തത്. എന്നിട്ട് ഞാൻ മെഡിക്കൽ ടെസ്റ്റ് അന്ന് സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടറിലാണ് പോകേണ്ടത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി. ട്രിവാൻഡ്രത്ത് പോയി മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. റിസൾട്ട് ചെയ്തിട്ട് 59 നവംബറിൽ മൗണ്ട് ആബുവിൽ, അന്ന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മൗണ്ട് ആബുവിലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചൂസ് ചെയ്തല്ല പോലീസ്, ഒരു ആക്സിഡൻ്റായിട്ട് കിട്ടി. പക്ഷേ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ദെൻ ഐ സ്റ്റാർട്ട് ലൈക്കിങ് ഇറ്റ്. എനിക്ക് യൂണിഫോം ഒക്കെ നല്ല ഇഷ്ടമായി. അന്ന് യൂണിഫോം, ഡ്രില്ല്, പിന്നെ ഹോഴ്സ് റൈഡിങ്, ഷൂട്ടിങ്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ സെറ്റിൽ ഡൗൺ. എനിക്ക് ഇഫ് ഐ ജോയിൻഡ് IAS ഇട്ടിട്ട് പിന്നെ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് തിങ് അങ്ങനെ ഉണ്ടായത്. എന്നിട്ട് എൻ്റെ അങ്കിളിനെ VP മേനൻ എന്നോട് പറഞ്ഞു, അന്ന് ദി ബെസ്റ്റ്, ഞങ്ങൾ പറയും കാഡർ എന്ന് പറയും. അത് സ്റ്റേറ്റിൽ ഉണ്ടെങ്കിൽ ഒരു കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ തറവാടിൻ്റെ മാതിരിയാണ്, ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് മൈ കാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മൈ ഹോം, ഇത് തറവാട്. അപ്പോൾ കാഡർ ബെസ്റ്റ് ബോംബെ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. ബോംബെ അന്ന് അൺഡിവൈഡായിരുന്നു. ഗുജറാത്ത് ഉണ്ടായിരുന്നു, മഹാരാഷ്ട്ര ഉണ്ടായിരുന്നു, പിന്നെ കർണാടക ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് കെയിം. സോ 1959 60 വരെ ഒരു കൊല്ലം ട്രെയിനിങ് ആണ്. പിന്നെ മഹാരാഷ്ട്രയിൽ വന്നു 1960. മഹാരാഷ്ട്ര അന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ ഒരു സമയമാണ്. പോലീസ് സർവീസൊക്കെ നമ്മുടെ ഒരു ഇതിലേക്ക് കൂടുതലായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ അന്വേഷണങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത്, ഒരു പോലീസ് സർവീസിലേക്ക് വരുന്നു, ഇവിടുത്തെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, ഇതിപ്പോൾ ഞങ്ങൾക്ക് തിയറിയും പഠിച്ചിരുന്നു, എല്ലാം അറിയാം. അന്ന് ഒരു ഈവൻ ഈ ആൻറ്റി ഡെക്കോയിറ്റി ഓപ്പറേഷൻ്റെ അങ്ങനെ ഒരു സിമുലേറ്റഡ്, അതൊക്കെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എന്താ നടക്കുന്നത് അറിയില്ല. അപ്പോൾ പിന്നെ ലാംഗ്വേജ് ഡിഫിക്കൽട്ടി ഉണ്ട്. അന്ന് ഷോലാപ്പൂരിൽ ഭാഗ്യം കൊണ്ട് എല്ലാവരുടെയും ഹിന്ദി അറിഞ്ഞിരുന്നു. അപ്പോൾ ഹിന്ദി ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ മൗണ്ട് ആബുവിലുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദി നല്ലോണം അറിയാം. മറാഠി അത്ര അറിഞ്ഞിരുന്നില്ല, അത് ഗ്രാജുവലായിട്ട് പിക്കപ്പ് ചെയ്തു. അപ്പോൾ ആദ്യം ഷോലാപ്പൂരിൽ പോയപ്പോൾ ആദ്യം എൻ്റെ SP ക്രൗഡ് കൺട്രോളിന് ഈ പണ്ഡർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. പണ്ഡർപൂരിൽ വലിയ ടെമ്പിളാണല്ലോ, അവിടുത്തെ അത് ലാർജ് ലക്ഷക്കണക്കിന് ആളുകൾ വരും. അപ്പോൾ അവിടെ പോയിട്ട് നീ ഒന്ന് പഠിക്കുക എങ്ങനെ ക്രൗഡ് കൺട്രോളിൽ. പിന്നെ ഗ്രാജുവലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ, എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ ഈ ട്രെയിനിങ് പീരീഡിൽ ആദ്യം പോകേണ്ടത് ഔട്ട് പോസ്റ്റ് എന്ന് പറയും. ഒരു പോലീസ് സ്റ്റേഷനിൽ, മെയിൻ പോലീസ് സ്റ്റേഷൻ്റെ പിന്നെ ഔട്ട് പോസ്റ്റ്, എല്ലാവരുടെയും പോലീസ് സ്റ്റേഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് കുറുഡ്വാടി എന്ന് പറയും ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊരു ജംഗ്ഷനാണ്. അവിടെയാണ് ഏകദേശം ഒരാഴ്ചയിലോ അതുണ്ടാവും 10 കിലോമീറ്റർ. ഞാനൊരു ഹെഡ് കോൺസ്റ്റബിളായി വർക്ക് ചെയ്തു. ശരിക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട്, പക്ഷെ അവൻ എന്താ ചെയ്യുന്ന അതേമാതിരി. അപ്പോൾ അന്ന് രസം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് ഐ വാസ് എ ഗുഡ് റണ്ണർ, എനിക്ക് നല്ലോണം ഓടാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി എന്താ പറയുക, ഒരു ഇൻഫോർമർ എന്ന് പറയും. ഇൻഫോർമർ എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ എന്താ പറയുക ചാരണോ, അങ്ങനെ അവൻ ഇങ്ങനെ ഒരു മേർഡർ അക്യൂസിൻ്റെ ഒരുത്തൻ വന്നിട്ടുണ്ട്, അവൻ ഹൈഡ് ചെയ്യുന്നതിന് വില്ലേജിൽ. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അന്ന് എല്ലാവരും ജോറിലെല്ലാം ഹെഡ് കോൺസ്റ്റബിൾ കുറച്ച് വയസ്സനായിരുന്നു. അന്ന് വെഹിക്കിൾസ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഹെഡ് കോൺസ്റ്റബിളും പിന്നെ 2 കോൺസ്റ്റബിളും ഒരു ട്രെയിനി സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ.
എൻ്റെ കയ്യിൽ വെപ്പണമൊന്നുമില്ല. അന്ന് ഈ പ്രൊബേഷണറാണെന്നെങ്കിൽ പറഞ്ഞാൽ നമുക്ക് റിവോൾവറൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് സബ് ഇൻസ്പെക്ടർ ഹാഡ് ഈ വാസ് സബ് ഇൻസ്പെക്ടർ. അപ്പോൾ ഞങ്ങൾ ഓക്കെ ലെറ്റ്സ് ഗോ ആൻഡ് ക്യാച്ച് ഹിം. ഞാൻ വിചാരിച്ചു ഇത് വളരെ ഈസിയാണ്. അപ്പോൾ അങ്ങനെ പോയി. രാത്രി ഒന്നും വെഹിക്കിളില്ല. ഒരു ട്രക്കിൽ പോകണം. അതിൻ്റെ മുകളിൽ കയറി. ഞാൻ ഫ്രണ്ടിലിരുന്നു, ബാക്കിയുള്ളവർ പിന്നിൽ. എന്നിട്ട് കുറുവാടി ഒരു വില്ലേജിൽ പോയി. ആ വില്ലേജിൽ രാത്രി 12 മണിയാകുമ്പോൾ ഈ നായ്ക്കളുണ്ടാവില്ലോ. അപ്പം നായ്ക്കൾ സ്ട്രേ ഡോഗ്സ് ബാർക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടു ഇങ്ങനെ ഒരുത്തൻ ഓടണു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്ടോമാറ്റിക് ടെൻഡൻസി ഒരാൾ ഓടുമ്പോൾ രാത്രി 12 മണിക്ക് ഓടുമ്പോൾ ഒരു കള്ളനാണ്. അപ്പോൾ അവൻ്റെ പിന്നാലെ ഓടി. അവൻ ഓടിയിട്ട് ഒരു ഫീൽഡിലൊക്കെ പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവന് തളർന്നു. ഞാൻ അവനെ അങ്ങോട്ട് മുന്തിട്ടിട്ട് അതിൻ്റെ ഞെട്ടിലിരുന്നു. പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ ഹെഡ് കോൺസ്റ്റബിൾ പാവം വയസ്സനാണ്. മെല്ലെ വന്നു. ഈ സബ് ഇൻസ്പെക്ടർ വന്നു. നോക്കുമ്പോൾ ഇവനാണ് ആക്സിഡൻ്റലി അവൻ തന്നെയാണ് ഈ മർഡർ അക്യൂസ്ഡ്. ഹി വാസ് അബ്സ്കോണ്ടിങ്. അവൻ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര എന്നെ പിടിച്ച് ഞെക്കിക്കൊല്ലും. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഹീ തോട്ട് ദാറ്റ് ഐ ഹാഡ് സം വെപ്പൺ. അതുകൊണ്ട് അവനെ ഒന്നും എന്നെയും ചെയ്തില്ല. അവനെ പിടിച്ച് നോക്കുമ്പോഴാണ് ഈസ് എ മർഡർ അക്യൂസ്. അവൻ ഈ പോലീസ് പാട്ടിലിനെ കുത്തി ഭയങ്കരമായിട്ട് സ്പിയർ എടുത്ത് കുത്തി. എന്നിട്ട് അവൻ ഹി വാസ് അബ്സ്കോണ്ടിങ്. സോ ദാറ്റ് ഗിവ് മീ എ ഗുഡ് അപ്രീസിയേഷൻ. അന്നൊക്കെ ഒരു DIGയുടെ അപ്രീസിയേഷൻ കിട്ടുകയാണെങ്കിൽ വലിയ ഇതാണല്ലോ. അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടി. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത്. പിന്നെ അവിടെ ട്രെയിനിങ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 3 മാസം പോലീസ് ട്രെയിനിങ് കോളേജിൽ പോയി നാസിക്കിൽ. പിന്നെയും ഷോലാപ്പൂരിൽ വന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് ഫസ്റ്റ് ഇസ് ഹെഡ് കോൺസ്റ്റബിൾ, ദെൻ എസ് ഇൻസ്പെക്ടർ, ദെൻ എസ് DYSP, ദെൻ അറ്റാച്ച് ടു ദി SP. എന്തൊക്കെയാണ് ജോലിയൊക്കെ. ദെൻ എന്നെ നാസിക്കിൽ പോസ്റ്റ് ചെയ്തു. ശരിക്ക് റെഗുലർ ഇൻചാർജ് ഓഫ് എ സബ് ഡിവിഷൻ. അത് ഒരു നാസിക്ക് അന്നൊക്കെ ഞങ്ങൾക്ക് ഒന്നാമത് വെഹിക്കിൾസ് ഇല്ല. അത്രയൊന്നും ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരേ ഒരു ജീപ്പ് ഉണ്ടാവും, ഒരു വലിയൊരു വെഹിക്കിൾ ഉണ്ടാവും, പിന്നെ ഒരു ലൈറ്റ് വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് സംടൈംസ് ഈ പ്രിസണേഴ്സിനെ കൊണ്ടുപോകാനും അത് തന്നെയാണ്. പിന്നെ അങ്ങനെ ഒരു നല്ല കാസ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും കാറുണ്ട്, എല്ലാവരുടെയും കാറുണ്ട്. അന്നൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ദെൻ ഐ വാസ് അപ്പോയിൻറ്റഡ് റൂറൽ ഡിവിഷനിൽ. റൂറൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ബാക്ക്വേർഡാണ്. ചില പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നടന്നു പോയി ചേറിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകണം. പിന്നെ ഹില്ലി ഏരിയ, ആദിവാസി ഏരിയാസൊക്കെ ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ 1961 അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. ഫസ്റ്റ് 18 days ഞാൻ പുറത്തായിരുന്നു. മർഡർ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോകണം. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ബാച്ചിലർ ഓഫ് കോഴ്സ് ആയിരുന്നു. നത്തിങ് ഇൻ ദി ഹൗസ്. നമ്മുടെ ഓർഡർലീസ് ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് 18-19 days കണ്ടിന്യൂസ് ട്രാവൽ. അതായത് ബസ്സിൽ പോകണം, ചിലപ്പോൾ ട്രക്കിൽ പോകും, എവിടെ ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാസിക്കിലൊരു 4 കൊല്ലം ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിറ്റി, അതും വലിയ ഒരേ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദിവാസി ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നു പോകണം, ചില മണ്ഡലത്തിലൊക്കെ കുന്നുകയറണം പോകണം. ഐ ഡിൻ മൈൻഡ്, കാരണം അന്ന് ചെറുപ്പമായിരുന്നു. ഐ യൂസ് ടു ലൈക്ക് ദാറ്റ് ടൈപ്പ് ലൈഫ്. പിന്നെ അവിടെ കംപ്ലീറ്റ് ചെയ്തു 1965 വരെ. പിന്നെ എനിക്ക് പ്രൊമോഷനായിട്ട് പിന്നെ സാംഗ്ലിയിൽ അത് പറഞ്ഞു. അത് ഇറ്റ്സ് എ ബെറ്റർ ഡിസ്ട്രിക്ട്, ചെറിയ ഡിസ്ട്രിക്റ്റാണ്, കർണാടക ബോർഡറിൽ. അങ്ങനെയാണ് ഗ്രാജുവലായിട്ട് പോലീസിൽ വന്നത്. മുംബൈ പൊതുവെ കേൾക്കുന്നത് ഒരു അണ്ടർ വേൾഡിൻ്റെ ഒരു പ്രത്യേകിച്ചും അങ്ങനെ ഒരുപാട് വലിയ പേരുകൾ, വരദരാജ മുതലിയാർ അങ്ങനെ തുടങ്ങിയ പേരുകളൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് നമുക്കൊക്കെ മലയാളികൾ പൊതുവെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സ്ഥിതി എന്താ? എനിക്ക് അങ്ങനെ അണ്ടർ വേൾഡിൻ്റെ അന്ന് മുംബൈയിൽ ഞങ്ങൾ സാംഗ്ലി കഴിഞ്ഞിട്ട് യവത്മാളിലായി. സാംഗ്ലിയിലും 4 കൊല്ലമായിരുന്നു, പിന്നെ യവത്മാളിൽ 3 കൊല്ലം, പിന്നെ ബോംബെയിലേക്ക് 1972 വന്നു ഡെപ്റ്റി കമ്മീഷണർ. എൻ്റെ വെസ്റ്റേൺ സബർബ്സ് വലിയ ഇതാണ്. ഇപ്പോൾ പണ്ട് 4 സോണൽ ഡെപ്റ്റി കമ്മീഷണർ ഉണ്ടായിരുന്നു ബോംബെയിൽ. ഇന്നിപ്പോൾ 32 ആളുണ്ട്. അന്ന് ജൂറിഡിക്ഷൻ വളരെ വലുതായിരുന്നു. ബാൻഡ്ര ടു ബോർഡിൽ എന്ന് പറഞ്ഞാൽ വലിയ ഏരിയയാണ്. അപ്പോൾ വല്ല അണ്ടർവേൾഡ് ഉണ്ടായിരുന്നില്ല അന്ന്. ക്രൈം ഉണ്ടായിരുന്നു, പക്ഷെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർഗനൈസ്ഡ് ക്രൈം ഉണ്ടായിരുന്നില്ല.
ചെറിയ തോതിലുണ്ടാവുള്ളൂ. ഈ ചെറിയ തോതിലെന്ന് പറഞ്ഞാൽ സ്മഗ്ലിങ് അതുണ്ടായിരുന്നു, ആ ഹാജി മസ്താൻ. പക്ഷേ അത് യൂഷ്വലി അത് ശരിക്കും കസ്റ്റംസുകാരാണ് ഡീൽ ചെയ്യുക. ഓർ വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് ക്രൈം ബ്രാഞ്ചാണ്. ക്രൈം ബ്രാഞ്ചിൽ ദർ ഈസ് വാട്ട് ഇസ് കോൾഡ് ക്രൈം ഡിറ്റക്ഷൻ ബ്രാഞ്ച്, അവരാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അതിൽ വരില്ല. വല്ലതും അങ്ങനെ ഉണ്ടെങ്കിൽ അത് വി ട്രാൻസ്ഫർ ടു ക്രൈം ബ്രാഞ്ച്. പിന്നെ ഈ 70s അത്ര അണ്ടർവേൾഡ് ഉണ്ടായിരുന്നില്ല. ഇത് ബോംബെയിൽ അണ്ടർവേൾഡ് തുടങ്ങിയത്, അതും അണ്ടർവേൾഡ് വാർ അതൊക്കെ തുടങ്ങിയത് 1977-78 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 76 ഞാൻ റോയലിൽ പോയല്ലോ. അങ്ങനെ അത്ര എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ മുംബൈയിൽ പൊതുവെ അക്കാലത്തൊക്കെ ആണല്ലോ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെ അപ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ശിവസേന, അതെ, ശിവസേനയുടെ തുടക്കമായിരുന്നു അന്ന്. അതെ. അന്ന് അവർ വന്നിട്ട് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവരുടെ കംപ്ലയിൻ്റ് ഇതാണ്, ആദ്യം സൗത്ത് ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അന്നും ഞങ്ങളുടെ സൗത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട് ഇവിടെ. IPS ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, IAS ഓഫീസേഴ്സ്. പക്ഷേ അവസാനം ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലാകുമ്പോൾ ഐ കെയിം ടു നോ ബാൽ ഠാക്കറെ പേഴ്സണലി. അയാൾ എൻ്റെ വീട്ടിലും കൂടി വന്നിട്ടുണ്ട്. അന്ന് ഇവിടെയില്ല, ഞങ്ങൾ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാകുമ്പോൾ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ശരിക്ക് സൗത്ത് ഇന്ത്യൻസിൻ്റെ എഗൻസ്റ്റ് ഒന്നുമില്ല, ഇത് വി ആർ ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫോർ പൊളിറ്റിക്സ്. ഓൺ ദി അതർ ഹാൻഡ് അവൻ പറയണ വി ലൈക്ക് സൗത്ത് ഇന്ത്യൻ ബിക്കോസ് ദേ ആർ ഓണസ്റ്റ്. വേറെ നമ്മുടെ നാട്ടുകാർ അങ്ങനെ ഓണസ്റ്റ് അല്ല. പക്ഷേ ഞങ്ങളിങ്ങനെ ചാടിക്കളിക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ മഹാരാഷ്ട്രൻസിൻ്റെ ബേസിക് പ്രോബ്ലം ഇതാണ്, യു പീപ്പിൾ ആർ മച്ച് മോർ ഇൻ്റലിജൻറ്റ് ദാൻ us. യു ആർ ഏബിൾ ടു അഡാപ്റ്റ്. അന്ന് ഷോർട്ട് ഹാൻഡും ടൈപ്പ് ഉള്ളൂ, അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്ററും പഠിച്ചിട്ട് ഇവിടെ വരും. എല്ലാ കമ്പനിയിലും അവരാണ്, ഗവൺമെൻറ് സർവീസിലും അവരാണ്. അപ്പോൾ ഞങ്ങളെവിടെ പോവാം? അതാണ് ഞങ്ങളുടെ കംപ്ലയിൻറ്റ്. അതിപ്പോൾ ഞങ്ങൾ പിന്നെ ഹോക്കേഴ്സ്, ഈ ഹോക്കേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദാദാബായി നവറോജിയോ, കൊളാബ എല്ലാവിടെയും അതാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചാടി കളിക്കും. പിന്നെ വേറൊന്ന് മിൽ ലേബർ. അന്നത്തെ കാലത്ത് ബോംബെയിൽ ഒരു 80 ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ടായിരുന്നു. ഞാൻ സെൻട്രൽ ബോംബെയിൽ, ആദ്യം വെസ്റ്റേൺ സബേഴ്സ് ആയിരുന്നു, പിന്നെ സെൻട്രൽ ബോംബെയിൽ വന്നപ്പോൾ ഏറ്റവും കോൺസെൻട്രേഷൻ ഇപ്പോൾ ഈ വർലി, പിന്നെ പരേൽ, ദാദർ, ആ സമയത്തിലൊക്കെ ഒരു കിലോമീറ്ററിൽ ഒരു മില്ല് കാണും. അപ്പോൾ എല്ലാവരും ആ മില്ലിൻ്റെ യൂണിയൻ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. അതായത് അന്ന് കോൺഗ്രസ്സുകാരുടെ യൂണിയൻ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ യൂണിയൻ ഉണ്ടായിരുന്നു, പിന്നെ പ്രൈവറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, പിന്നെ ശിവസേനയും തുടങ്ങിയിട്ട് അവരെയും യൂണിയൻ തുടങ്ങി. അവർ കത്തിക്കുത്ത് അതൊക്കെ അങ്ങനെ ഇതാക്കി ദേ വാണ്ടഡ് ക്യാപ്ചർ ദി കോർപ്പറേഷൻ, പിന്നെ MLA അതൊക്കെ വേണ്ടിയിട്ട് അതുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനത്തെ റൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാവരുടെയും വൈകുന്നേരം എന്തെങ്കിലും അടിപിടി ഉണ്ടാവും. അപ്പം വളരെ ടഫ് ലൈഫായിരുന്നു. പിന്നെ ഞാൻ 1973 സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ബോംബെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിൻ്റെ വരെയാണ്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ഒരുപാട് പവേഴ്സ് ഉണ്ട് അവർക്ക്. പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഫാക്ടറിക്കാർ വല്ലത് അവിടെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അഡ്വൈസ് ഉണ്ട് ചെയ്യുള്ളൂ. കാരണം ദർ ഇസ് എ ലേബർ ബ്രാഞ്ച് ഓൾസോ അണ്ടർ മീ. അപ്പോൾ വർക്കേഴ്സും വരും, മിൽ ഓണേഴ്സും വരും, അവരുടെ കംപ്ലയിൻ്റ് കൊണ്ടിട്ട് ഒരുപാട് സ്ട്രൈക്സ് അന്നത്തെ കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു റെപ്യൂട്ടേഷനാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദി പോലീസ്. ആക്ച്വലി പോലീസ് ആർ നോട്ട് സപ്പോസ് ടു ഡാബിൾ ഇൻ പൊളിറ്റിക്സ്. പക്ഷേ ഞങ്ങളുടെ അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് വലിയ വിശ്വാസമാണ്. അങ്ങനെ ബട്ട് ഇറ്റ്സ് എ വെരി ഹെവി ജോബ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാത്രിയാണ് നടക്കുക. യൂണിയൻ്റെ മീറ്റിങ്സൊക്കെ രാത്രി 10 മണി കഴിഞ്ഞ ശേഷമാണ്. എന്നിട്ട് അത് 12 മണി വരെ കൊണ്ടു, എന്നിട്ട് അവർ പോകും.
അത് വി ഹാഡ് ടു ഇൻഫോം ലേബർ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ. അന്നത്തെ കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇത് മൊറാർജി ദേശായി തുടങ്ങിയ ഒരു ട്രഡീഷനാണ്. എവറി മോർണിംഗ് സ്പെഷ്യൽ ബ്രാഞ്ച് DCP ഷുഡ് ഗോ ആൻഡ് ബ്രീഫ് ദി ചീഫ് മിനിസ്റ്റർ എന്താ നടക്കാൻ പോകുന്നതാണ്. കാരണം ഒരു സമയത്ത് 10 മണിക്ക് ട്രബിൾ ഉണ്ടാവും, 12 മണിക്ക് ട്രബിൾ ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ദാറ്റ് വാസ് എ വെരി ഹെവി ജോബ്, വെരി വെരി ഹെവി ജോബ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 24 hours. വീട്ടിൽ വന്നാലും ഫോൺ വരും. അന്നത്തെ കാലത്തൊക്കെ ബാൽ ഠാക്കറെ രാത്രി 12 മണിക്കാണ് പോകുന്നത് അവരുടെ ലേബർ ലീഡർ. പിന്നെ ലേബർ മിനിസ്റ്റർ വിളിക്കും, ഈ മീറ്റിങ്ങിൽ എന്താണ് നടന്നത്. അപ്പോൾ ഇറ്റ് വാസ് വെരി ടഫ് ജോബ്. അതായത് 74 to 76. ഈ ബാൽ താക്കറെയുമായിട്ടുള്ള ഒരു ഇടപെടലുകളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, അതായത് അന്നത്തെ കാലത്ത് വല്ലാതെ ചാടിക്കളിച്ച ചീഫ് മിനിസ്റ്റർ വിളിച്ച് എന്നോട് പറയും, ടെൽ ഹിം ടു സ്റ്റോപ്പ് ഇറ്റ് നൗ. ഒരു പ്രാവശ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇന്ദിരാഗാന്ധി വരായിരുന്നു പ്രൈം മിനിസ്റ്റർ. അന്നത്തെ കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ടു ബി ഹിയർ ബോഡി ഗാർഡ് ഓൾസോ. ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു പ്രാവശ്യം വരുമ്പോൾ ബാൽ ഠാക്കറെ പറഞ്ഞു, ഞങ്ങൾ ബ്ലാക്ക് ഫ്ലാഗ് ഡെമോൺസ്ട്രേഷനാണ്. അന്ന് ചീഫ് മിനിസ്റ്റർ VP നായകൻ എന്നെ വിളിച്ച് പറഞ്ഞു, നീ അവനോട് പറയേ അത് ചെയ്യുന്ന ഞാൻ ശരിക്കും ഒട്ടക്കേ വരുന്നു. താഴോട്ട് കൺവേ മറാഠിയിൽ പറഞ്ഞു അങ്ങനെ, ഇഫ് യു ഡൂ സംതിങ് ലൈക്ക് ദാറ്റ് ടു ഇൻസൾട്ട് ഇന്ദിരാഗാന്ധി ദാറ്റ് വിൽ ബി യുവർ എൻഡ്. അപ്പോൾ മിണ്ടാണ്ടിരുന്നു, ഒന്നും ചെയ്യില്ല അങ്ങനെ. സോ ഇറ്റ്സ് എ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം. ഒരു ഇതായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ്. ഒരു പ്രാവശ്യം വീട്ടിൽ വന്നു, ഞാൻ പറഞ്ഞില്ലേ, അന്ന് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും വലിയൊരു സെൻസേഷനാണ്. ബാക്കി എല്ലാവരും മഹാരാഷ്ട്രത്തിന് ഇങ്ങനെ നമ്മുടെ ദൈവം ഈ ബാലചന്ദ്രൻ്റെ വീട്ടിൽ വന്നു. അപ്പോഴേക്കൊക്കെ അദ്ദേഹം അത്രയും ഉയർന്നു കഴിഞ്ഞു. ഇറ്റ് വാസ് എ ബിഗ് വെരി എന്താ പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യലാണ്. ശരിക്കും പറയുമ്പോൾ ഹി ക്യാൻ പ്രീസ് ദി ഹോൾ. അന്നത്തെ കാലത്ത് ലേബർ ലീഡേഴ്സാണ് ബോംബെനെ എന്താ പറയുക മരവിപ്പിക്കുന്നത്. ജോർജ് ഫെർണാണ്ടസിന് മാംഗ്ലൂരിൽ നിന്ന് വന്നാണ്. ഹി ഹാഡ് ടാക്സി യൂണിയൻ, ഹി ഹാഡ് മുനിസിപ്പൽ യൂണിയൻ, ദെൻ വൺ മോർ യൂണിയൻ, മുനിസിപ്പൽ യൂണിയൻ, ടാക്സി യൂണിയൻ ആൻഡ് BST യൂണിയൻ. ഈ മൂന്നും മരവിപ്പിക്കും. ഹി ക്യാൻ ഡു ദാറ്റ്. ബട്ട് അഗെയിൻ ജോർജ് ഫെർണാണ്ടസ് ഓൾസോ എൻ്റെ ഒരു സീനിയർ ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റായിരുന്നു. ഹി ഈസ് ഫ്രം കർണാടക. അയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കും. അങ്ങനെയായിരുന്നു ഒരു പറഞ്ഞാൽ ബിഹൈൻഡ് ദി സീൻസ് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഈവൻ ഓർഡിനറി പോലീസ് വിൽ നോട്ട് ഡു, ബട്ട് വി വിൽ ബ്രിങ് എ സൊല്യൂഷൻ. അതാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്നത്തെ ഒരു ഇത്. വി ഹവ് സെറ്റിൽ ലോട്ട് ഓഫ് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അവർ പബ്ലിക്കിലൊരു അങ്ങനെ രുദ്രായിട്ടുള്ള ഫേസ് ഉണ്ടാവും. പക്ഷേ പ്രൈവറ്റിൽ പറയും ഇതൊക്കെ നടക്കണേ, വി ആർ ഡൂയിങ് ഇറ്റ് ഓൺലി ഫോർ പോളിറ്റിക്സ്. അങ്ങനെയും ബാൽ ഠാക്കറെ ഇങ്ങനെ തന്നെ. ഐ ഹാഡ് വെരി ഗുഡ് റിലേഷൻ. അടിയന്തരാവസ്ഥ കാലത്ത് സാർ അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ്. അപ്പോൾ ഈ എങ്ങനെയായിരുന്നു ഇവിടുത്തെ, പ്രത്യേകിച്ചും ജോർജ് ഫെർണാണ്ടസ് ഒക്കെ അറസ്റ്റിലാകുകയാണല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു മുംബൈയിലേക്ക് ഒരു അന്ന് വലിയ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ധർമ്മസങ്കടം എന്ന് പറയില്ലേ മലയാളത്തിൽ, അതായിരുന്നു. എൻ്റെ സ്ട്രെങ്ത്ത് ലേബർ ലീഡേഴ്സാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ആൻഡ് ദാറ്റ് ടു ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അധികം വയലൻസ് ഉണ്ടാവാൻ പാടില്ല പറഞ്ഞിട്ട് ദെൻ വി യൂസ് ടു ഹാവ് വാട്ട് ഇസ് കോൾഡ് ബാക്ക് ചാനൽ നെഗോഷിയേഷൻ. അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അങ്ങനെ പറയുമ്പോൾ എല്ലാ ലീഡേഴ്സും എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സായിരുന്നു. സോഷ്യലിസ്റ്റ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ്, ശിവസേന, കോൺഗ്രസ് ഒക്കെ ആവശ്യമില്ല, കാരണം ദേ ആർ ഇൻ പവർ. അങ്ങനത്തെ എല്ലാവരും എൻ്റെ ഓൾമോസ്റ്റ് പേഴ്സണൽ ഫ്രണ്ട്സായിരുന്നു. അന്ന് SB ചവാനായിരുന്നു ചീഫ് മിനിസ്റ്റർ. എഗെയിൻ എൻ്റെ നല്ല റിലേഷൻഷിപ്പാണ്. ഹി യൂസ് ടു ലൈക്ക് മീ. എന്തെങ്കിലും ബോംബെയിലുണ്ടെങ്കിൽ ഹി വിൽ ഓൺലി ടെൽ മീ, ബട്ട് നോട്ട് ദി കമ്മീഷണർ. അത് എന്നോട് പറയും, എന്നോട് വരാൻ പറയും അവിടെ. അപ്പോൾ അന്ന് ഇങ്ങനെ ഈ ഇന്ദിരാഗാന്ധിയൊക്കെ വന്നപ്പോൾ ഒരുപാട് ബ്ലാക്ക് ഫ്ലാഗ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഞാനത് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റെ ഒരു ബുക്കുണ്ട്, കീപ്പിംഗ് ഇന്ത്യ സേഫ് എന്ന് പറഞ്ഞാൽ. അതിലൊരു ചാപ്റ്റർ എമർജൻസിയാണ്, എങ്ങനെയത് വന്നതെന്ന്.
ഒരുപാട് വയലൻസ് ഉണ്ടായിരുന്നു. നോട്ട് ഓൺലി മഹാരാഷ്ട്ര പക്ഷേ ഗുജറാത്തിൽ, ബീഹാറിൽ. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്തു. എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും വരാൻ പോകുന്നുണ്ട്. ബിക്കോസ് ചീഫ് മിനിസ്റ്റർ വാസ് കോൾഡ് അറ്റ് നൈറ്റ്. ദെൻ അറ്റ് നൈറ്റ് ഹി കെയിം. 9 മണിക്ക് വന്നിട്ട് എന്നെ വിളിച്ചു. ദെൻ ഹി സെഡ് യു ബ്രിങ് ദി IG ആൻഡ് കമ്മീഷണർ ഓൾസോ. അവരോട് വരാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഉണ്ട്, യു വിൽ ഹാവ് ടു അറസ്റ്റ് ജോർജ് ഫെർണാണ്ടസ് ആൻഡ് RSS ബാലസാഹേബ് ദേവറസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ടാളും ബോംബെയിലില്ല. ജോർജ് ഫെർണാണ്ടസ് ബോംബെയിലില്ല, ദേവറസ് നാഗ്പൂരിലാണ്. പിന്നെ ആസ്റ്റും എന്ത് പ്രൊവിഷനിലാണ് ചെയ്യേണ്ടത്? ഇത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ. എന്നിട്ട് അന്ന് അങ്ങനെയാണ് തുടങ്ങിയത്. ദെൻ ഈസ് ഇറ്റ് ദാറ്റ് നാളെ ഒരു പ്രൊട്ടസ്റ്റ്, ഒന്ന് റാലീസ് ഉണ്ടാകാൻ പാടില്ല, മീറ്റിംഗ് ഉണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ടോട്ടൽ ക്ലാം ഡൗൺ. അപ്പോൾ എന്താ ഈ വരുന്നതൊന്നും അറിയില്ലല്ലോ. സോ ഐ ഹാവ് ടു അലേർട്ട് എവറിബഡി അറ്റ് നൈറ്റ് ആൻഡ് വി ഹാവ് ടു ബി. അപ്പോൾ ആദ്യം നടന്നതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലോയേഴ്സിൻ്റെ നെക്സ്റ്റ് മോർണിംഗ് പേപ്പറിൽ വന്നു ഇങ്ങനെ എമർജൻസി ഡിക്ലെയർഡ് ആൻഡ് പീപ്പിൾ ആർ അറസ്റ്റഡ് ഇൻ ഡൽഹി. ഇവിടെ ഇപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ ആളുകളും ടോപ്പ് ലീഡേഴ്സൊന്നും ഇല്ല. ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്തു, മൊറാർജിനെ അറസ്റ്റ് ചെയ്തു, ഇതൊക്കെ പേപ്പറിൽ വന്നു. പിന്നെ പറഞ്ഞു ന്യൂസ് പേപ്പറിലും ഗവൺമെൻറ്റിന് ക്രിറ്റിസിസം പാടില്ല. Then again I said that what can we do? Which law? ഏത് ലോയിൽ? ഡിഫൻസ് ഓഫ് ഇന്ത്യ പിന്നെയും. അപ്പോൾ രാവിലെ പറഞ്ഞു ഇങ്ങനെ പ്രൊട്ടസ്റ്റ് റാലി പാടില്ല. അപ്പോൾ ലോയേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് ഒരു പ്രൊട്ടസ്റ്റിന് തുടങ്ങിയപ്പോൾ I had to go and tell them. They were all very close to me, saying that no, you can't do this. I said no, I have to. You will not be able to. That is the law now. There is no freedom of speech. എല്ലാം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. നമ്മുടെ ഫ്രണ്ട്സിനോട് ഇന്നലെ വരെ അവരുടെ കോപ്പറേഷൻ കിട്ടുക, എന്നിട്ട് അങ്ങനെ പറയാൻ. ദെൻ അന്ന് ഉണ്ടായ തമാശയ്ക്ക് എന്താണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോയേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അന്ന് പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞ അച്ഛൻ, ശാന്തി ഭൂഷൺ, വെരി സീനിയർ ലോയർ, അയാളൊക്കെ വന്നിരുന്നു. അപ്പം ഞങ്ങളെന്താ ചെയ്തിട്ടില്ലേ, വി ഹാഡ് ടു ഡു സംതിങ്. വി വെൻ്റ് ആൻഡ് ഓക്യുപ്പൈഡ് ദി ഓൾ ദി സീസ്. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്കില്ല. അതേമാതിരി അന്ന് വൈകുന്നേരം വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റ്, സെയിം തിങ്. അവിടെ പോയപ്പോൾ എല്ലാവരും പോലീസുകാരിയിരിക്കുന്നു. ദെൻ ദേ സെഡ് ലൂത്ത് ദിസ് ഇസ് കുറേ ഞങ്ങളെ ചീത്ത പറഞ്ഞ് പോയി. പിന്നെ തുടങ്ങി അറസ്റ്റ് സോൻസോ എല്ലാം ഡൽഹിയിൽ നിന്ന് വരും ലിസ്റ്റ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സായിരുന്നു. നമ്മുടെ ലേബർ ലീഡേഴ്സ് എല്ലാവരും. ജോർജ് ഫെർണാണ്ടസ് ഇവിടെ അല്ല, ജോർജ് ഫെർണാണ്ടസ് ഒളിവിൽ പോയി, മൃണാൾ ഗോറി ഒളിവിൽ പോയി, എല്ലാവരും. അതൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിട്ടിയുള്ളൂ. ഇറ്റ്സ് എ വെരി പെയിൻഫുൾ ചാപ്റ്റർ ഫോർ മീ. എനിക്ക് മടുത്തു. എത്ര ജോലി എടുത്താലും ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെ, ആൻഡ് ദാറ്റ് ടു ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് ദി റീസൺ. ഇത് ഇങ്ങനെ എത്ര ചെയ്യണോ? എന്താണ് ക്ലാമ്പിംഗ് ഡൗൺ ദി മീഡിയയിൽ ഇപ്പോൾ പറയണം. ഞങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് വാസ് ലൈക്ക് ദി സെൻസർ. ഇന്ദിരാഗാന്ധിയെ പറ്റി ക്രിറ്റിസിസം പാടില്ല, ഇന്ദിരാഗാന്ധിയുടെ ഫാമിലിയെ പറ്റി ക്രിറ്റിസിസം പാടില്ല. ഇതൊക്കെ ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ഫോർ മീ, ബിക്കോസ് ഓൺ ദി വൺ ഹാൻഡ് യു സേ ദാറ്റ് യു ഗോട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഓൺ ദി അതർ ഇറ്റ്സ് ഓൾ ഗോൺ. അപ്പോൾ അത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് തിങ്. അന്ന് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ എൻജോയ്ഡ് ദി വർക്ക് ഇൻ സ്പെഷ്യൽ ബ്രാഞ്ച്. പക്ഷേ ഈ 75 മുതൽക്ക് എനിക്ക് മടുത്തു. ഐ വോണ്ട് ടു ഗെറ്റ് ഔട്ട്. അപ്പോഴാണ് വന്നത് റോ അതിനെ പണ്ടെന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ റോ ഗെറ്റ്സ് പീപ്പിൾ ഹു ആർ എന്താ പറയുന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് സേ എഫിഷ്യൻറ്റ്, എവരിബഡി ഈസ് എഫിഷ്യൻറ്റ്, പക്ഷേ ഫ്ലെയർ ഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് ലൈഫ്. അപ്പോൾ എന്നെ ഒരുപാട് കാലമായിട്ട് മിസ്റ്റർ കാവ്, പിന്നെ കാവിൻ്റെ നമ്പർ 2 ശങ്കരൻ നായരായിരുന്നു. ശങ്കരൻ നായർ ഒറ്റപ്പാലത്തുകാരനാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനെ പരിചയമൊന്നുമില്ല. എൻ്റെ ഫാമിലി ഡോക്ടറുണ്ട് ഒറ്റപ്പാലത്ത്, ഡോക്ടർ കേശവ മേനോൻ, പനങ്ങാട്ട് കേശവ മേനോൻ. എന്നോടിങ്ങനെ പറഞ്ഞിരുന്നു, ഹി യൂസ് ടു ട്രീറ്റ് മീ ലൈക്ക് ഹിസ് ഓൺ സൺ. അപ്പോൾ നീ ഒരു പുതിയ ഓർഗനൈസേഷൻ ഉണ്ട്, നീ അവിടെ എന്താ പോകാത്തത്, വൈ ഡോണ്ട് യു ഗോ? I said, "No, I like police life, I like social man." അപ്പോൾ വന്നു. അന്ന് ഞങ്ങളുടെ
ഐ ജി ഒരു മിസ്റ്റർ വാഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, മഹാരാഷ്ട്രൻ. അയാൾ ഒരുപാട് കാലം സെൻട്രൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്തിട്ട് അയാളും എന്നോട് പറഞ്ഞു, വൈ ഡോണ്ട് യു ഗോ, സി ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്, യു വിൽ ഗെറ്റ് എ മച്ച് ബെറ്റർ വ്യൂ ഓഫ് ഇന്ത്യ. ഇവിടെ നമ്മൾ ഓൺലി ബോംബെ, മഹാരാഷ്ട്ര, പക്ഷേ ആണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യാം. സോ അത് വന്നപ്പോൾ ഞാൻ പോകാൻ തുടങ്ങി. പക്ഷേ മഹാരാഷ്ട്ര ഗവൺമെൻറ് എന്നെ വിടില്ല. നോ യു കാൺ ഗോ, യു ആർ ഡൂയിങ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ദെൻ അൾട്ടിമേറ്റ്ലി ഐ ഹാഡ് ടു ഗോ ടു SB ചവാൻ, ചീഫ് മിനിസ്റ്റർ. പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ SB ചവാന് മിസ് ഗാന്ധി എന്ന് പറഞ്ഞപ്പോൾ വലിയ കാര്യമാണ്. അന്നൊക്കെ ഇവരുടെ വിചാരം ഇത് ശരിക്കും മിസ്സസ് ഗാന്ധിയുടെ ഒരു ഡിഫറെൻറ്റ് പോലീസാണെന്നൊക്കെ അവരുടെ വിചാരം ഉണ്ടായിരുന്നത്. ഈ ഇവരെന്താ ചെയ്യണമെന്നൊന്നും ഈ ഓർഡിനറി പൊളിറ്റീഷ്യൻസ് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഫോറിൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ല വാട്ട് ഈസ് ദിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ദിസ് ഇസ് വർക്കിംഗ് അണ്ടർ മിസ്സസ് ഗാന്ധി. പറഞ്ഞു നീ പൊക്കോ. അപ്പോൾ ഹോം സെക്രട്ടറി വന്ന് പറഞ്ഞു, DG പറഞ്ഞില്ല, DG ഈസ് എ മാൻ. അന്ന് DG ഉണ്ടായിരുന്നല്ലോ, IG ആയിരുന്നു. വാഗ് വാണ്ടഡ് മീ ടു ഗോ. പക്ഷേ എൻ്റെ കമ്മീഷണർ എന്നെ വിടില്ല. കമ്മീഷണർ, നീ പോയാൽ ഞാൻ എന്താ ചെയ്യുക? ഐ സെഡ് ലുക്ക്, സംബഡി വിൽ കം ആൻഡ് യു വിൽ മാനേജ്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ അടുത്ത് പോയി പറഞ്ഞു, ഇല്ല, ലെറ്റ് ഹിം ഗോ നൗ. അങ്ങനെ 76 മെയിൽ ഞാൻ റോയൽ പോയി. അങ്ങനെയാണ് തുടങ്ങിയത്. എമർജൻസിയിൽ അത്രത്തോളം, അപ്പോൾ ആ ഒരു എമർജൻസി തീരുന്നതിന് മുന്നേ തന്നെ റോയിലേക്ക് മാറി? ഇല്ല, മോസ്റ്റ് ഓഫ് ദി അറസ്റ്റ് വർ മെയ്ഡ് ഇൻ നോട്ട് ടൈം, കാരണം ഞാൻ എമർജൻസി വന്നിട്ട് ഏകദേശം ഒരു കൊല്ലം ഉണ്ടായിരുന്നു. ആ കൊല്ലത്തിലാണ് ഏറ്റവും അറസ്റ്റ് തുടങ്ങിയത്. നമ്മുടെ അങ്ങനെ എല്ലാവരും വിചാരിച്ചു അറസ്റ്റ് ചെയ്താൽ വല്ലാതെ ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഷോക്കാണ്. ദി ഹോൾ ഓഫ് ഇന്ത്യ ഇറ്റ് വാസ് ഷോക്ക്. They thought that George Fernandez was arrested in Calcutta. അതുകൊണ്ട് എല്ലാവരുടെയും, കാരണം ഒന്ന് പറയാൻ മറന്നു, എമർജൻസിക്ക് മുമ്പേ ഒരു വലിയ റെയിൽവേ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അത് വലിയ പ്രോബ്ലമായിരുന്നു. അതും ഐ ഹാഡ് ടു ഡു ദാറ്റ്. അന്ന് റെയിൽവേ സ്ട്രൈക്ക് പറഞ്ഞാൽ അത് കൊണ്ടാണ് ജോർജ് ഫെർണാണ്ടസ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഡു യു നോ ഹൗ ദി റെവല്യൂഷൻ, സോവിയറ്റ് റെവല്യൂഷൻ കെയിം? ഇറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് എ റെയിൽവേ സ്ട്രൈക്ക് ആൻഡ് വി വിൽ സീ ദാറ്റ് ദർ ഇസ് എ റെവല്യൂഷൻ ഹിയർ. അങ്ങനെ പറഞ്ഞപ്പോൾ മിസ് ഗാന്ധിക്ക് ഭയങ്കര ഒരു ദേഷ്യം വന്നു. ദേ ആർ ട്രൈങ് ടു ത്രൂ മീ ഔട്ട് ത്രൂ എ ആംഡ് റെവല്യൂഷൻ. അതൊക്കെയാണ് എല്ലാം ഐ ഹാഡ് റിട്ടൺ ദാറ്റ്. ആ ചാപ്റ്റർ വായിച്ചാൽ എല്ലാം അറിയാം. പക്ഷേ അത് വെരി റെട്ടറിക്സ് വർ അബ്സല്യൂട്ട്ലി നോട്ട് വെരി റെസ്പോൺസിബിൾ. അതായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. റോയിലേക്കുള്ള വരവ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ചെയ്യാനിരിക്കുന്നത്. എങ്കിലും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? കാര്യം പുതിയൊരു ആദ്യം പോയപ്പോൾ എനിക്ക് പിടിച്ചില്ല. ഇവിടെ ബോംബെയിൽ എന്താണ് പറഞ്ഞാൽ പോലീസ് ഇതിൽ 24 ഐ ലൈക്ക് ലോട്ട് ഓഫ് ആക്ടിവിറ്റി. ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് എസ്പെഷ്യലി ശരിക്കും 24 hours ഇതായിരുന്നു. ലോട്ട് ഓഫ് വർക്ക്, ലോട്ട് ഓഫ് പ്രോബ്ലം സോൾവിങ് ഒക്കെ. അവിടെ പോയപ്പോൾ എല്ലാവരും ഒരു തണുപ്പ്. അങ്ങനൊരു രാവിലെ വന്ന ഞാൻ പോയപ്പോൾ എന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അറ്റാച്ച് ചെയ്തു. അവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് എ ഫീൽ ഓഫ് എ പ്രോബ്ലം സോൾവിങ്. ഇറ്റ്സ് ഓൾവേസ് ലോങ് ടേം. പാകിസ്ഥാനെ പറ്റി പഠിക്കുക, ചൈനയെ പറ്റി പഠിക്കുക, ദെൻ സൗത്ത് ഈസ്റ്റ് പഠിക്കുക. മോർ ഓഫ് എ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കണ മാതിരിയായിരുന്നു. അവിടെ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് റോ ഹാസ് ഗോട്ട് എൻ ഓപ്പറേഷണൽ വിങ്. അത് ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല. That there is a something like that, almost even much more active than the police. അതൊന്നും അറിഞ്ഞിരുന്നില്ല. ആദ്യം പോയപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പോയി റീഡിംഗ് റൂമിലിരുത്തി വായിക്കണം, പഴയ ഫയലിൽ വായിക്കുക. അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രം എന്താണ്, അവിടെ പ്രോബ്ലം എന്താണ്, അതേമാതിരി ചൈനയിലത്തെ ചരിത്രം എന്താണ്, ശ്രീലങ്കയിലത്തെ എന്താണ്. അങ്ങനെ എനിക്ക് പിടിച്ചില്ല. ശരിക്കും കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനു വന്ന, പിന്നെ ആരും അറിയില്ല എവിടെ പോണത്, എന്താ ചെയ്യുന്നത്, ഒന്നും ആർക്കും അറിയില്ല. ഫാമിലിയോടും പറയാൻ പറ്റില്ല. പക്ഷേ ആദ്യത്തെ ഇതൊന്നും ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച് ഓഫ് എ പ്രോബ്ലം. ദെൻ ദേ പോസ്റ്റഡ് മീ ബാക്ക് ടു ബോംബെ. ബോംബെയിൽ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഇവിടെ നല്ലോണം എല്ലാവരും അറിയില്ലോ, കാരണം വി നീഡ് സർട്ടൺ സ്പെഷ്യൽ വർക്ക് ടു ബി ഡൺ ത്രൂ റോ.
അതെന്താ ചെയ്യേണ്ടത് അത് പക്ഷേ യു ഷുഡ് ബി അത് സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരിക്കുമ്പോൾ എല്ലാ ഡെയിലിയും ന്യൂസ് പേപ്പർക്കാർ വിളിക്കും എന്താണ് നടക്കണത്. എവറി ഡേ ദേ വിൽ കം ആൻഡ് സീ മീ. എനിക്ക് ഐ യൂസ് ടു ഹാവ് അബൌട്ട് 70 വിസിറ്റേഴ്സ് എ ഡേ സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരിക്കുമ്പോൾ. ആൻഡ് എല്ലാവരുടെയും ഇത് ആരും വന്ന് കാണില്ല, നമ്മളെന്താ ചെയ്യണത്. പക്ഷേ ഇറ്റ് ഇസ് ഹോൾ തിങ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഒരു ബോംബെയിൽ വന്നിട്ട് എന്താ ചെയ്യണത്, ബോംബെയിൽ വാട്ട് ദേ കോൾ അവർ ഫോറിൻ ഓപ്പറേഷൻസിൻ്റെ സപ്പോർട്ട് സർവീസസ്, ഒരുപാട് സപ്പോർട്ട് സർവീസസ്, അതൊക്കെ ഗ്രാജുവലായിട്ട് പഠിച്ചു. പിന്നെ ഫോറിൻ ഇൻ്റലിജൻസിൻ്റെ ട്രെയിനിങ്, അത് എങ്ങനെ ഫോറിൻ ഇൻ്റലിജൻസ്, ഹൗ ഡു എക്സ്ട്രാക്ട് ഇൻ്റലിജൻസ്, അങ്ങനെ പിന്നെ ഹൗ ഡു അസസ് ഇറ്റ്, ദാറ്റ് ഈസ് വെരി വെരി കോംപ്ലിക്കേറ്റഡ്. ബിക്കോസ് നമ്മൾക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു ശിവസേന നാളെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാണ്, വല്ലതും എന്തെങ്കിലും തമ്മാടിത്തരം പോയിട്ട് കട്ട് ചെയ്യുക, റോഡ് ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം. ബിക്കോസ് വി ക്യാൻ സെൻഡ് സംബഡി ടു ഫൈൻഡ് ഔട്ട്. ഇതിപ്പോൾ പാകിസ്ഥാനിലാണ് നടക്കുന്നത്, നമ്മൾക്ക് എങ്ങനെ അറിയാം. യു കാണ്ട്. സോ ഈ സ്പൈസിന് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുക, അവരെങ്ങനെയാണ് അയക്കുക, എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ, എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കുക അവിടെ. അത് that made me, the more I went into that, then I started liking that. Because another thing is that there is a mixture of academics, കാരണം ബാക്ക്ഗ്രൗണ്ട് ഒരു കൺട്രിയുടെ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ എവിടെയാണ് അത് that became very interesting. And one important thing was, അന്നത്തെ കാലത്ത് വാട്ട് ഹാപ്പൻ വെൻ ഐ ജോയിൻഡ് ഇൻ 1976, ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും മിസ്സസ് ഗാന്ധി പോയി, പിന്നെ മൊറാർജി ദേശായിൻ്റെ ഇത് വന്നു. അന്ന് മൊറാർജി ദേശായി പറഞ്ഞു, ഇത് മിസ്സസ് ഗാന്ധിയുടെ പ്രൈവറ്റ് പോലീസാണ്, ഞങ്ങളുടെ പേരിൽ വാച്ച് ചെയ്യാൻ, അപ്പോൾ അതിനെ കട്ട് ചെയ്യണം. ആ സമയത്ത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിലും അതേമാതിരി ഷാ ഇറാൻ പോയി, അവരൊരു വളരെ ഒരു ബിഗ് വെരി പവർഫുൾ ഘട്ടം. ഷാ ഇറാൻ വാസ് എ ഡിക്റ്റേറ്റർ. അവരുടെ സവാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ദേ ഷുഡ് ഡു എ ലോട്ട് ഓഫ് അട്രോസിറ്റി. അപ്പോൾ എല്ലാവരും പറയും ഈ റോയും ചെയ്യുന്നത് ഞങ്ങളെ അട്രോസിറ്റിയാണ്. ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞു എന്നെ റോ ആണ് അറസ്റ്റ് ചെയ്തത്. ആക്ച്വലി റോ വാസ് നോട്ട് ഇൻവോൾവ് അറ്റ് ഓൾ. പക്ഷേ നമുക്ക് ഇതിനൊരു സീക്രട്ട് ഓർഗനൈസേഷനാണ്, ആരെയും ഒന്നും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നെ എഗൻസ്റ്റ് ചെയ്യാണ്, അങ്ങനെയൊക്കെയാണ് അവർ. മൊറാർജി ദേശായി ഓൾസോ ഫെൽറ്റ് ദാറ്റ് വേ. അപ്പോൾ ഇറ്റ് വാസ് വെരി ടെൻസ് സിറ്റുവേഷൻ. ആ സമയത്ത് ഈ പാകിസ്ഥാൻ്റെ ക്ലാൻഡസ്റ്റൈൻ ന്യൂക്ലിയർ പ്രൊജക്റ്റ്, അതിൽ ഐ വാസ് നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ലോയല കോളേജിൽ പഠിക്കുമ്പോൾ. ഞാൻ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അവൻ സയൻസ് ആയിരുന്നു, സന്താനം എന്ന് പറഞ്ഞിട്ട്. അവൻ മരിച്ചുപോയി. ഹി വാസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഹീ ഈസ് എ മാൻ ഹൂ ഡിറ്റക്റ്റഡ് ഇറ്റ്. അപ്പോൾ ദെൻ യൂസ് ടു ഗോ ടു ബോംബെ ടു മീറ്റ് അറ്റോമിക് എനർജി പീപ്പിൾ ടു ടെൽ ദം ഇങ്ങനെ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ. അപ്പോൾ ഐ യൂസ് ടു ബി ഇൻവോൾവ് ഇൻ ദാറ്റ്. ആൻഡ് വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് അന്ന് നമ്മൾ 1974 പോഖ്റാൻ, അന്ന് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നു. നമ്മുടെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് ഉണ്ടായില്ലേ പോഖ്റാനിൽ. അത് കഴിഞ്ഞപ്പോൾ മിസ് ഗാന്ധി പറഞ്ഞു യു ഹവ് ടു ഗിവ് പ്രൊട്ടക്ഷൻ ടു ഡോക്ടർ സേഠ്ന ആൻഡ് ഡോക്ടർ രാമണ്ണ. ദാറ്റ് വാസ് കൺവേഡ് ടു മീ. സോ ഐ വാസ് ദി വൺ ടു ഗോ ആൻഡ് മീറ്റ് ഡോക്ടർ സേഠ്ന. എൻ്റെ ഇങ്ങനെ അയാൾ പറഞ്ഞു നോ ഐ ഡോണ്ട് വാണ്ട് എനി പ്രൊട്ടക്ഷൻ, യു ഫെലോസ്, why should anybody hang around? And he went on saying, oh, you fellows will spy on me and tell my wife. വെറുതെ ഒരു അന്നയാളുടെ തമാശ പറഞ്ഞിട്ട്. Then, so I knew Dr. Sedna very well. അന്ന് what happened is that ഞങ്ങൾക്ക് when Santanam got this information about കഹൂട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ they wanted to go and meet Dr. Sedna. Fortunately, Dr. Sedna was also very close to Morarji Desai, who was Prime Minister. കാരണം മൊറാർജി ദേശായി ബോംബെയിലായിരുന്നല്ലോ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ പക്ഷേ ഇവർക്ക് നമ്മുടെ
ടോപ്പ് സീനിയർ ഓഫീസറിൻ്റെ ഒരു പേടി ഡോക്ടർ സെറ്റിനെ പോയി കാണാൻ. കുറച്ചുകൂടെ എക്സെൻട്രിക് ആണ് അങ്ങനെ. അപ്പോൾ ഞാനായിരുന്നു ക്ലോസ്. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയി. പറഞ്ഞു നോ ഐ ഡോണ്ട് തിങ്ക് പാകിസ്ഥാൻ ക്യാൻ ഡു ഇറ്റ്, പാകിസ്ഥാൻ കനോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ബട്ട് വി വെൻറ്റ് ഓൺ കീപ്പിംഗ് ദ ഡയലോഗ്. ഇതേ സേട്ടന 1982 അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഹി ടോൾഡ് മീ, ഹി യൂസ് ടു മീറ്റ് മീ ഇൻ ഡൽഹി ഓൾ ദ ടൈം. മരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് എന്നെ. ഐ സെഡ് ലുക്ക്, ഐ വാസ് റോങ്, യു പീപ്പിൾ വർ റൈറ്റ്. അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസായി. യുനോ ഇങ്ങനത്തെയാണ് നമ്മൾക്ക് ബാക്കി എല്ലാവർക്കും അറിയാത്തത് നമ്മൾക്കറിയാം. ആൻഡ് ദാറ്റ് ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അഫക്റ്റിംഗ് ദ നാഷണൽ സെക്യൂരിറ്റി. ഇതാണ്. സോ ഐ ലൈക്ക് ദി റോ ഇങ്ങനെ ചെറുത് യുനോ ഓൾ ദീസ് തിങ് യുനോ. പിന്നെ ഓൾസോ വി ഹാവ് സം അതർ മീൻസ് ഓഫ് നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ലൈക്ക് മോണിറ്ററിങ് ആൻഡ് ഓൾ ദാറ്റ്. അതൊക്കെ ചെയ്തപ്പോൾ ദെൻ ഐ സെറ്റിൽ ഡൗൺ, ഐ ലൈക്ട് ഇറ്റ്. പക്ഷേ മൈ ഇനീഷ്യൽ ഇംപ്രഷൻ വാസ് ഡിസപ്പോയിൻമെൻറ്റ്. ഒന്നുമില്ല, ഇവരിങ്ങനെ വായിൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കണു, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും, അങ്ങനെയൊക്കെ. ഇപ്പം ഇത് ലോങ് ഹോളിഡേ. ഐ ഡിഡ്ന്റ് വാണ്ട് എ ലോങ് ഹോളിഡേ. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എ ലോങ് ഹോളിഡേ. ദി സീക്രസി ഹാസ് ഇറ്റ്സ് ഓൺ ടെൻഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ, സപ്പോസിങ് യു സെൻഡ് എ സ്പൈ അക്രോസ്, യു ആർ വെരി ടെൻസ്. അവനെ പിടിക്കുകയോ അവനെ കൊല്ലുകയോ ഓർ ഹി വിൽ സംടൈംസ് ദേ ടേൺ റോഗ് ഓൾസോ. ചിലപ്പോൾ നമ്മൾ വി സെൻഡ് എ സ്പൈ അക്രോസ് ദി ബോർഡർ, ഒരുപാട് പണം കൊടുത്ത് അവനെ ട്രെയിൻ ചെയ്തിട്ട് അവിടെ പോയി മതം മാറ്റും, ചിലപ്പോൾ അങ്ങനെയൊക്കെ അയക്കും. അവനങ്ങോട്ട് ഇൻ സം കേസസ് അവൻ സുഖമായിട്ട് അവിടെ ലോക്കൽ സ്ത്രീൻ്റെ മാരേജിൽ അവിടെ കിടക്കുകയാണ്. നമ്മളെ റൂട്ട്സിനൊക്കെ മറക്കും. ദിസ് ഇസ് വാട്ട് ഐ കോൾ ടേണിങ് റോഗ്. അതുണ്ട് ചിലപ്പോൾ അങ്ങനത്തെ ഡിസപ്പോയിൻമെൻറ്റ്. then എല്ലാവരും പറയും, ഓ നീ എന്തിനാ ഇവനെ വിളിച്ചു, എന്തിനാ ട്രെയിൻ ചെയ്ത്, ഒക്കെ മോശമായി അങ്ങനെ. സോ ദീസ് ആർ ദി പ്രോബ്ലംസ് ഓഫ് സീക്രസി, സീക്രട്ട് വേൾഡ്.